അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? പാറുമായി നീ സന്തോഷത്തോടെ ജീവിച്ച് കാണണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അത് നടക്കില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. ഇനിയെല്ലാം അച്ഛൻ തീരുമാനിക്കുന്ന പോലെ നടക്കട്ടെ. നിക്കടിയോടെ. എന്താ നിന്റെ ഉദ്ദേശം? എന്ത് ധൈര്യത്തിലാ നീ പ്രിയന്റെ അമ്മയോട് അവന്റെ കല്യാണം മറ്റൊരു പെൺകുട്ടിയുമായി നടത്തിക്കൊള്ളാൻ പറഞ്ഞത്? ഞാൻ പ്രിയൻ ചേട്ടന്റെ അമ്മയോട് സംസാരിച്ചതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ആദ്യം ഞാൻ ചോദിച്ചതിന് മറുപടി പറ. നീ എന്തിനാ പ്രിയന്റെ അമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? എങ്ങനെയെങ്കിലും നിന്റെയും പ്രിയന്റെയും കല്യാണം കഴിഞ്ഞാ കൈലാഷിന് മനസ്സമാധാനം കിട്ടുമെന്നാ ഞാൻ കരുതിയത്. പ്രിയനെ തന്നെയല്ലേ നീ സ്നേഹിച്ചത്? പിന്നെ അവനെ കല്യാണം കഴിക്കുന്നതിൽ നിനക്ക് എന്താ ബുദ്ധിമുട്ട്? മതി, നിർത്ത്. അപ്പോ ഭൂമിക മാഡത്തിനോട് എന്റെയും പ്രിയൻ ചേട്ടന്റെയും കല്യാണം 3 മാസത്തിനുള്ളിൽ നടക്കണമെന്ന് പറഞ്ഞത് നീയാണല്ലേ? ആ അതെ. അല്ല അതിനിപ്പെന്താ? നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ ഞാനത് ചെയ്തത്. എന്റെ നല്ലതും ചീത്തയും ഒക്കെ തീരുമാനിക്കാൻ നീ ആരാ? കുറെ ദിവസമായി നീ എന്റെ കാര്യങ്ങളില് കുറെ കൂടുതൽ ഇടപെടുന്നുണ്ടല്ലോ. ഞാൻ കൈലാഷ് സാറിനെ കാണാൻ ശ്രമിച്ചാൽ കരുണാകരനെ കൊണ്ട് തടയിക്കും. വാർഷികാഘോഷത്തിന്റെ വീഡിയോ കാണുമ്പോ ഒളിഞ്ഞു നോക്കും. പുറത്തു പോയാ ഞങ്ങളെ പിടിച്ചു നിർത്തി എന്തിനാണെന്ന് ചോദ്യം ചെയ്യും. എന്റെ പുറകെ നീ ഇങ്ങനെ നടക്കുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എങ്ങനെയെങ്കിലും കൈലാഷിന്റെ മനസ്സിൽ നിന്നും നീ ഒഴിഞ്ഞു പോകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇല്ലെങ്കിൽ നിന്റെ കല്യാണം നടക്കാൻ ഞാൻ എന്തിനാ ആഗ്രഹിക്കുന്നത്? കൈലാഷ് സാറിന്റെ ഭാവിയെക്കുറിച്ച് നിനക്ക് അത്രയും ചിന്തയുണ്ടെങ്കിൽ അദ്ദേഹത്തോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കും. അല്ലതെ എന്റെ പുറകെ നടന്നാ നീ എന്ത് ചെയ്യും? നീ ഇതുവരെ കാണാത്തൊരു മുഖം എനിക്കുണ്ട്. എന്റെ ക്ഷമ പരീക്ഷിച്ചാൽ നീ അത് കാണും. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാ ഞാനിപ്പോ ഉള്ളത്. എന്നെ ഉപദ്രവിച്ച എന്ത് ചെയ്യാനും ഞാൻ മടിക്കില്ല. സൂക്ഷിച്ചോ. എന്തിനാ മോളെ നീ ഇതൊക്കെ ചെയ്യുന്നത്? ഞാനിതൊക്കെ ചെയ്താൽ എന്താ? എന്നെ ഒരു വിരുന്നുകാരിയായിട്ടാണോ അപ്പച്ചി കാണുന്നത്? അപ്പച്ചിയുടെ മരുമോളായില്ലെങ്കിലും ഞാൻ ഈ കുടുംബത്തിലെ അംഗമല്ലേ. അപ്പച്ചി, പ്രിയൻ ചേട്ടന്റെ ഓഫീസ് ഇവിടെ നിന്നും കുറെ ദൂരെയാണോ? അല്ല, എന്തിനാ മോളെ? പ്രിയൻ ചേട്ടൻ ഭക്ഷണം എടുക്കാതല്ലേ കമ്പനിയിലേക്ക് പോയത്? ഞാൻ പ്രിയൻ ചേട്ടനും കൂടി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. കമ്പനി കൊണ്ടുപോയി കൊടുക്കാന്ന് കരുതി. അതിന് അവൻ ഇടിയപ്പം മാത്രല്ലേ കഴിക്കൂ? അങ്ങനെ ഇടിയപ്പം മാത്രം കഴിച്ചാ ആരോഗ്യം വെക്കോ? മക്കൾക്ക് അങ്ങനെ പല ആഗ്രഹങ്ങളും ഉണ്ടാവും. അവർക്ക് ഏതാ നല്ലതെന്ന് തീരുമാനിക്കേണ്ടത് അച്ഛനമ്മമാരല്ലേ. നിങ്ങളുടെ അനുഭവം മക്കൾക്കുണ്ടാവോ? പ്രിയൻ ചേട്ടൻ അപ്പച്ചി ഇടിയപ്പം മാത്രം ഉണ്ടാക്കി കൊടുത്തോണ്ടാ പ്രിയൻ ചേട്ടൻ അതില്ലാതെ പറ്റില്ലാന്ന് വാശി പിടിക്കുന്നേ. ഞാൻ ഇന്ന് പ്രിയൻ ചേട്ടന് കമ്പനി കൊണ്ടുപോയി ഫുഡ് കൊടുക്കും. ഈ എരിശ്ശേരി കറിക്കൊപ്പം മീനവിയലും ചോറും കരിമീൻ പൊള്ളിച്ചതും. അപ്പച്ചി വേണമെങ്കിൽ നോക്കൂ. ഇതൊരിക്കൽ ടേസ്റ്റ് ചെയ്താ പിന്നെ എന്നും വേണോന്ന് പ്രിയൻ ചേട്ടൻ പറയും. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ എന്നും ഉണ്ടാക്കാൻ വേണ്ടി നിന്നെ ഇവിടെ നിർത്തേണ്ടി വരും. ഞാനെപ്പോഴേ റെഡി. അപ്പച്ചി പോയി റെസ്റ്റ് എടുത്തോ. എല്ലാം റെഡി ആയി കഴിയുമ്പോ ഞാൻ വിളിക്കാം. ശരി മോളെ. എന്താ അമ്മേ, മരുമോളെ തിരഞ്ഞെടുക്കുന്നതിൽ എടുത്തയാടിയെന്ന് തോന്നുന്നുണ്ടോ? ഈ വീടിന്റെ മരുമകള് ഞാൻ തന്നെയാ ദർശനേ.